ഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം. കർത്താവിൻ്റെ വരവ് തേജസ്സിൽ അവൻ വെളിപ്പെടുമ്പോൾ ആ തേജസ്സിന് യോജിക്കുന്നവരായിരിക്കണം നമ്മൾ. കാര്യം നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നാണ് കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അങ്ങനെ ആ കൊലോസ്യലേഖനം നമ്മൾ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാര്യം ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. കർത്താവ് എവിടെ ഇരിക്കുന്നത്? ഉയരത്തിൽ. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ എവിടെയാണ്? കർത്താവ് ഇരിക്കുന്നിടത്തായിരിക്കണം. കർത്താവിനെ കണ്ടുകൊണ്ട് വേണം ഞാൻ ജീവിക്കാൻ. ഓരോ നിമിഷങ്ങളിലും കർത്താവിനോട് അനുരൂപമായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ള എൻ്റെ അവയവങ്ങളെ ഞാൻ മരിപ്പിക്കണം. അതാണ് നമ്മൾ അവിടെ കാണുന്നതായ കാര്യം. ഭൂമിയിലുള്ള അവയവങ്ങളെ, എന്നിലേക്ക് പാപത്തിൻ്റെ കെട്ടുകളൊന്നും വരാൻ പാടില്ല. പാപത്തിന് മരിച്ചവരും ക്രിസ്തുവിന് ജീവിക്കുന്നവരുമാണ് നമ്മൾ. പാപത്തിന് മരിച്ചവർ. പാപം വന്ന് വിളിക്കുമ്പോൾ ഞാൻ അനങ്ങത്തില്ല. കാര്യം ഐ എം ഡെഡ്. ഞാൻ മരിച്ചവനാണെന്നുള്ളൊരു ചിന്ത. അതുതന്നെ നമുക്ക് വളരെ ഒരു ആശ്വാസമാണ് കേട്ടോ. വളരെ ഒരു ആശ്വാസമാണ്. സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വളരെ മോശമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒത്തിരി എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് ഇഷ്ടംപോലെ ഗേൾ ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. അപ്പം സെയിൻറ്റ് അഗസ്റ്റിൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ അവൻ്റെ പഴയ ഒരു ഗേൾ ഫ്രണ്ട് ദൂരെ നിന്ന് അഗസ്റ്റിൻ വരുന്നത് കണ്ടു. അപ്പം അവൾ ചിന്തിച്ചു, ഇപ്പോൾ അഗസ്റ്റിൻ വരും, ഹി വിൽ കം ടു മീ, എൻ്റെ കയ്യെ പിടിക്കും, ഞങ്ങൾ ഒരുമിച്ച് വി വിൽ എൻജോയ് ലൈഫെല്ലാം ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അഗസ്റ്റിൻ വന്ന് എൻ്റെ കാര്യം അതൊക്കെയായിരുന്നു പഴയ പരിപാടി. പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അഗസ്റ്റിൻ മിണ്ടാതെ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പുറകിൽ നിന്ന് വിളിച്ചു, അഗസ്റ്റിൻ, ഡോണ്ട് യു റിമെമ്പർ മീ? നിനക്കെന്നെ ഓർമ്മയില്ലേ? ഐ എം കത്രീന, യുവർ ഗേൾ ഫ്രണ്ട്. ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ടാ കത്രീന, നിനക്കെന്നെ ഓർമ്മയില്ലേ? ഉടനെ അഗസ്റ്റിൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, മേ ബി യു ആർ കോളിംഗ് ദാറ്റ് ഓൾഡ് അഗസ്റ്റിൻ റൈറ്റ്? നീ വിളിക്കുന്ന ഒരു പഴയ അഗസ്റ്റിനെ ആയിരിക്കും അല്ലേ? ഐ എം സോറി, ദാറ്റ് അഗസ്റ്റിൻ ഈസ് ഡെഡ്, ദിസ് ഇസ് എ ന്യൂ അഗസ്റ്റിൻ. നീ വിളിക്കുന്നത് പഴയ അഗസ്റ്റിനെയാണ്. അങ്ങേര് മരിച്ചുപോയി, ഇതൊരു പുതിയ അഗസ്റ്റിനാണ്. അതാണ് നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. കാരണം തേജസ്സിൽ പ്രത്യക്ഷനാകുവാനുള്ളവരാണ് നമ്മൾ. കർത്താവിൻ്റെ ദർശനം നമുക്ക് അനിവാര്യമാണ്. ആ നിത്യതയുടെ ദർശനം. പഴയ നിയമത്തിൽ പോലും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതിരുന്ന പഴയ നിയമ വിശുദ്ധന്മാർ പോലും നിത്യതയുടെ ദർശനത്തിലാണ് ജീവിച്ചത്. അതിനെ കാര്യം കർത്താവ് വന്ന് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന ഒന്നും പഴയ നിയമ വിശുദ്ധന്മാരെ അതൊന്നും കണ്ടിരുന്നില്ലല്ലോ. അവർക്ക് ആ രീതിയിലുള്ള തിരിച്ചറിവൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ എന്നിട്ട് പോലും അവർ നിത്യതയുടെ ദർശനത്തിലാണ് ജീവിച്ചത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെക്കുറിച്ച് പറയുന്നതായ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, എബ്രായർ 11-ലാണല്ലോ അതെല്ലാം വിശദമാക്കുന്നതായ വേദഭാഗമാണ്. അതിൻ്റെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും ആ പഴയ നിയമ വിശുദ്ധന്മാർ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ച് ജീവിച്ചവരാണ്. അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യമായത്. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നു, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കും. ഇത് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത്, അബ്രഹാം ഒരു പാവം പിടിച്ചവൻ ഒന്നുമില്ലാത്തവനായിട്ട് ജീവിച്ചിട്ട് ഒടുവിൽ അവനെ കനാൻ നാട്ടിൽ വലിയ സമ്പന്നനാക്കിയ ദൈവം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ശരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ.
ഒന്നാമത് അബ്രഹാം ഹാരാനിലാണ് താമസിച്ചത്. ഞാൻ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ഹാരാൻ എന്ന് പറയുന്നത് ആ കാലയളവിലെ ഏറ്റവും സമ്പന്നമായ പട്ടണമാണ്. അന്ന് ഇഷ്ടിക വീടുകളുണ്ടായിരുന്ന പട്ടണമാണ് ഹാരാൻ. അന്നത്തെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എല്ലാം വെച്ചാണ് ഞാനീ പറയുന്നത്. ആ പട്ടണത്തിൽ ജീവിച്ച അബ്രഹാം അവിടെയും അവിടെ അവൻ വളരെ മാന്യമായ നിലയിൽ ജീവിച്ചു. ലോത്തിനെ സോതോമിൽ നിന്ന് രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയ ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം ലോത്തിനെ മടക്കി കൊണ്ടുവരാനായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെയും കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ഹാരാനിൽ അബ്രഹാം താമസിക്കുമ്പോൾ അവന് 318 അഭ്യാസികൾ വീട്ടിൽ ജനിച്ചവരായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവൻ രാജാവായിരുന്നവൻ, ഒരു രാജാവ്. യു സി, അതുപോലെ ജീവിച്ചവനായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന്. അവൻ ദൈവത്തെ മാത്രം കണ്ട് കനാനിലോട്ട് പോകണ്ടെന്ന് പോലും പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൻ കാണിച്ചിട്ട് പറയുകയല്ല, ഞാനിത് നിനക്ക് തരുമെന്നൊന്നും പറഞ്ഞൊന്നും കൊണ്ടുപോയതല്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം ഈ ഹാരാനിലെ മുഴുവൻ കാര്യങ്ങളും കളഞ്ഞേച്ച് നേരെ കനാനിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ ദേശം തരുമെന്ന്. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് ഈ ദേശം അബ്രഹാമിന് കിട്ടിയുമില്ല. ആകപ്പാടെ ഭാര്യ മരിച്ചപ്പം അടക്കാൻ ഇച്ചിരി സ്ഥലം പോലും ഇല്ലാതിരുന്നവനായ അബ്രഹാം എങ്ങനെ ജീവിച്ചവനാ? 318 അഭ്യാസികൾ വീട്ടിലുണ്ടായിരുന്ന വ്യക്തി. പക്ഷേ അവന് ദൈവം മതിയായിരുന്നു. അവന് കനാൻ വാഗ്ദത്തം ചെയ്ത് കഴിഞ്ഞപ്പോഴും അവിടെയും പ്രത്യേകത അവൻ ഈ വാഗ്ദത്തം തലേ കയറിയില്ല. ഞാൻ നിനക്ക് ഈ കനാൻ നാട് തരുമെന്നുള്ളത് അവൻ വാഗ്ദത്തം അവൻ്റെ തലേ കയറിയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അവൻ അവിടെ താമസിച്ചത് കൂടാരങ്ങളില്ല, ടെൻറ്റ്. എങ്ങനെയുള്ള ആളാ? ഒരു രാജാവായിട്ട് ഹാരാനിൽ കഴിഞ്ഞവൻ ദൈവം വിളിച്ചിറക്കി കൊണ്ടുപോയി അവൻ കൂടാരങ്ങളിൽ പാർത്തു. കൂടാരങ്ങളിൽ നിന്ന് കൊട്ടാരത്തിലേക്കല്ല, കൊട്ടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കായിരുന്നു അബ്രഹാമിൻ്റെ യാത്ര. ഇത് മനസ്സിലാക്കിയിട്ടാണോ ഈ പ്രസംഗിക്കുന്നവരൊക്കെ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയവനാക്കും എന്നൊക്കെ പറയുന്നത്? അബ്രഹാമിനെ എന്നാ വലിയവനാക്കിയെന്നാ? ഭൂമിയിൽ അവൻ എന്താ കൊടുത്തത്? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കാരണം എന്താ? കനാനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, അതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷേ എനിക്കറിയാം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം, നിത്യതയുടെ ദർശനം അവന് കിട്ടി. അവൻ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ മകനെയും കൊച്ചുമകനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഹാരാനിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് ഇവിടെ കനാനിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് നിനക്ക് തരാമെന്ന്. ഓ, എന്തോന്നിനാ മക്കളെ, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും എൻ്റെ തലേ കയറിയില്ല. കാര്യം ഞാനൊരു കാഴ്ച കണ്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണം ഞാൻ കണ്ടു മക്കളെ. അതാ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ കനാൻ നാട്ടിലെ ഇതൊക്കെ ആർക്ക് വേണം? എടാ, നമുക്ക് കൂടാരത്തിൽ താമസിച്ചാൽ മതി. ഇതൊരു അന്യദേശമാടാ. കാര്യം നമ്മുടെ സ്വന്തം നാട് കനാനല്ല, നമ്മുടെ സ്വന്തം നാട് ദൈവം ശില്പിയായി നിർമ്മിച്ച ഉയരത്തിലെ പട്ടണമാണ്. ആ നിത്യതയുടെ ദർശനം കിട്ടിയപ്പോൾ കനാൻ നാട് ഒരു അന്യദേശമായി കാണുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൻ വന്നു. നമ്മളെന്തുകൊണ്ടാ കനാൻ നാടും വലിയ ആനയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ദൈവം എനിക്ക് തന്ന അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആനയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ കാര്യം എന്നാ? സ്വർഗത്തെക്കുറിച്ച് കണ്ടിട്ടില്ല, സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം ഉണ്ടായിട്ടില്ല. സ്വർഗീയ ദർശനം പ്രാപിച്ചവൻ, ഉയരത്തിലുള്ളത് കണ്ടവൻ ഭൂമിയിലുള്ളത് മറക്കും. എന്തുകൊണ്ടാണ് ഈ ഭൗമിക കാര്യങ്ങളുടെ പുറകെ മനുഷ്യൻ നടക്കുന്നത്? കാര്യം അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ അവൻ
കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർ ഭൂമിയിലെ വാഗ്ദത്തത്തിന് പുറകെ പോയില്ല. അവർ അന്യരും പരദേശികളായവർ എന്ന് അവർ തീരുമാനിച്ചു. 16-ാമത്തെ വാക്യത്തിൽ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. സ്വർഗീയ ദർശനമുള്ളവനെ ഞാൻ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയാൻ ദൈവത്തിന് മടിയില്ല. ഞാൻ സാജുവിൻ്റെ ദൈവമെന്ന് ദൈവം അഭിമാനത്തോടെ പറയണമെങ്കിൽ ഞാൻ സ്വർഗീയ ദർശനമുള്ളവനായിരിക്കണം. ഭൂമിയിലുള്ളതാണ് എൻ്റെ മനസ്സ് മുഴുവനെങ്കിൽ ദൈവം പറയും, അവനും പണ്ട് കൈ പൊക്കിയതായിരുന്നു, പക്ഷേ ഇപ്പോഴവൻ്റെ മനസ്സിൽ മുഴുവൻ ഭൂമിയാണ്, എന്തോ ചെയ്യാനാ, ഞാൻ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പട്ടണമൊന്നും അവന് വിഷയമല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അഭിമാനമുണ്ടാകുമോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അഭിമാനമുണ്ടാവുക. അവരധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ലോകം അവരുടെ മനസ്സിൽ കയറിയിട്ടില്ല. നമ്മുടെ മനസ്സിലും ലോകം കയറാൻ പാടില്ല. നമ്മൾ ലോകക്കാരായിരിക്കരുത്. ലൗകിക മോഹങ്ങൾ നമ്മളെ നയിക്കരുത്. ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ അവൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നതായ ഒരു കാര്യം 18 മുതലുള്ള 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. കുഴപ്പമില്ല. കാരണം ഞാൻ ലൗകികമായതിനെ നോക്കിയല്ല ജീവിക്കുന്നത്. എൻ്റെ കർത്താവ് വരുന്നു. എനിക്ക് വേണ്ടി അവനൊരു നഗരം ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ നോട്ടം മുഴുവനതാ. എനിക്ക് വേണ്ടി കർത്താവ് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. ഒരുക്കിയിട്ട് വന്നാൽ എനിക്ക് സ്ഥലവും വിഷയമല്ല. എൻ്റെ മണവാളനൊന്ന് വന്നാൽ മതി. ആ മണവാളൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുന്നു. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരുക്കം ഏതൊക്കെ തലങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ ഒരുങ്ങണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ആ ഒരുക്കം ഏതൊക്കെ തലങ്ങളിൽ നമ്മൾ ഒരുങ്ങണം? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ. ഒന്ന്, വ്യക്തിപരമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങണം. അതോട് ചേർന്ന് പറയാം, വ്യക്തികൾ മാത്രമല്ല, കുടുംബം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എൻ്റെ കുടുംബത്തെ ഞാൻ ഒരുക്കണം. എൻ്റെ സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതൊക്കെ നമുക്ക് പഠിക്കാം. വിശുദ്ധിയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് സഭ ഒരുങ്ങേണ്ടത്. 3, കർത്താവ് വരുന്നു. വന്നു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അതുവരെ മാത്രമേ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ പോലും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തെ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാൻ, അവരിലേക്ക് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ ഞാൻ ഒരുങ്ങണം. സഭയെയും സുവിശേഷീകരണത്തിനു വേണ്ടി ഒരുക്കണം. ഒന്ന്, വ്യക്തി ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണം. എൻ്റെ കുടുംബത്തെ ഒരുക്കണം. എൻ്റെ സഭയെ ഒരുക്കണം. സുവിശേഷീകരണത്തിൽ ഞാനും എൻ്റെ സഭയും ഒരുങ്ങണം. കാരണം കർത്താവ് രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ലോകത്തിനും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇന്ന് ലോകത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവസരമുണ്ട്. കർത്താവിലേക്ക് തിരിയുവാനുള്ള അവസരമുണ്ട്. അത് നാളെ ഇല്ലാതെയാകും. അതില്ലാതാകുന്നതിന് മുമ്പ്, അവിടുത്തെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് സുവിശേഷം ലോകമെങ്ങും നമ്മൾ എത്തിക്കണം. ഞാൻ മാത്രമല്ല, നമ്മുടെ സഭകൾ അതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കം അത്യാവശ്യമാണ്. വ്യക്തിപരമായി ഒരുങ്ങുക, കുടുംബത്തെ ഒരുക്കുക, സഭയെ ഒരുക്കുക, സഭയെ വിശുദ്ധിയിൽ ഒരുക്കുക, സുവിശേഷീകരണത്തിൽ ഒരുക്കുക. ഇത് ഓരോന്നും നമ്മൾ പഠിക്കണം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം
ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്കു വർണ്ണിക്കാമതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നു. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്നു, എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്നു, എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു, ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. രണ്ടിനാൽ ഞരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു, ആത്മവീണ്ടെടുപ്പാം പുത്ര സന്തോഷത്തിലെത്തുവാൻ. പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എന്റെ മംഗലമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. ഇന്നു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എന്റെ മംഗലമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ.
പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നെന്റെ മണവാളൻ സന്നിധവും. പ്രാവിനെ പോൽ രണ്ടു ചിറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നെന്റെ